സിപിഐഎമ്മിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അർജുൻ സൂചിപ്പിച്ചത് കേട്ടല്ലോ. കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള ഹാളിലാണ് പ്രതിനിധി സമ്മേളനം. പൊതുസമ്മേളനം സീതാറാം യെച്ചൂരി നഗറിലും. പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് എവിടെ, ഒരുക്കങ്ങൾ എങ്ങനെ? അർജുൻ കല്യാട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി കാണാം. ആയിരത്തി 1972 മധുരയിൽ ഇതിനു മുൻപ് CPIM-ന്റെ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അതായത് 53 വർഷങ്ങൾക്ക് മുൻപ്. 53 വർഷങ്ങൾക്ക് മുൻപ് ഇതേ തമുക്കം ഗ്രൗണ്ടിൽ വെച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹാളിൽ വെച്ചാണ് അന്നത്തെ പാർട്ടി കോൺഗ്രസ് നടന്നത്. അതിനുശേഷം 2025 24ാം പാർട്ടി കോൺഗ്രസ് വീണ്ടും മധുരയിൽ നടക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു സമ്മേളനം കൂടിയാണിത്. കാരണം ബംഗാളിലും ത്രിപുരയിലുമൊക്കെ രാഷ്ട്രീയ സ്വാധീനം നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ കുത്തനെ ഇടിഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലം, അത് തിരിച്ചുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകത, വർഗീയത അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന ഭരണകൂടം തുടർച്ചയായി കേന്ദ്രത്തിൽ അധികാരമിരിക്കുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുന്ന ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയായിരിക്കും മധുരയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹാളിലാണ് പ്രതിനിധി സമ്മേളനം. കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിലുള്ള സമ്മേളന ഹാളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. 811-ലധികം പ്രതിനിധികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അതിൽ നിരീക്ഷകരുണ്ട്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്, പാർട്ടിയുടെ സൗഹാർദ്ദ പ്രതിനിധികളുണ്ട്. അങ്ങനെ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ്. അതിലാകെ 811 പേർ പങ്കെടുക്കും. ഈ കാണുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. 811 പ്രതിനിധികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധി ഹാളിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിലുള്ള ഹാളിൻ്റെ നേരെ ഇടതുവശത്തായി പാർട്ടി ഒരു ചരിത്ര പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കർഷക മുന്നേറ്റങ്ങൾ, ദളിത് മുന്നേറ്റങ്ങൾ എന്നിവയെല്ലാം വ്യക്തമാക്കുന്ന, അതെല്ലാം പ്രദർശിപ്പിക്കുന്ന വിപുലമായ രീതിയിലുള്ള ഒരു ചരിത്ര പ്രദർശനമാണ് നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം നടക്കുന്നതിൻ്റെ നേരെ എതിർവശത്തായി ഒരു വിപുലമായിട്ടുള്ള സ്റ്റേജ് സംവിധാനമുണ്ട്. ഇവിടെ പൊതുസമ്മേളനം നടക്കുന്നതല്ല, പകരം 3-ാം തീയതി ഫെഡറലിസത്തെ പറ്റിയിട്ടുള്ള വിപുലമായ ഒരു സെമിനാർ CPIM-ൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ആ സമ്മേളനത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടകയിൽ നിന്നുള്ള മന്ത്രി കൃഷ്ണ ഗൗഡ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ടാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സമ്മേളനം നടക്കുന്ന വേദിയാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ നേരെ മുന്നിൽ കാണുന്ന ആ പ്രധാനപ്പെട്ട സ്റ്റേജ്. സമ്മേളനം നടക്കുന്ന ഹാളും പരിസര പ്രദേശങ്ങളും മാത്രമല്ല, അതിന് പരിസരത്തുള്ള ഇതേപോലുള്ള ജംഗ്ഷനുകളും കോർണറുകളുമൊക്കെ ചെങ്കൊടി ഉയർന്നു കഴിഞ്ഞു. പക്ഷേ മധുരയിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പാർട്ടി കോൺഗ്രസിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അവർക്കെന്താണ് പറയാനുള്ളത് എന്ന കാര്യം കൂടി നമുക്ക് അന്വേഷിക്കാം. இது என்ன சொல்லணும்னா விவசாயம் சார்ந்த ஒரு கட்சி. கரெக்டா? പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിലെ സമ്മേളന നഗരിയാകെ തന്നെ ചുവന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ അത്രയേറെ ചുവപ്പില്ല. പലയിടത്തു നിന്നും ചുവപ്പിനെ കൈവിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കാനും കരുത്തും ശക്തിയും പാർട്ടിക്ക് തിരികെ പിടിക്കാനുമുള്ള ഗൗരവമായ ചർച്ചയാണ് പാർട്ടി കോൺഗ്രസിൽ നടക്കുക. വീഡിയോ ജേർണലിസ്റ്റ് ശരത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, മധുരൈ.